ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടക്കം ഉണ്ടായിരുന്നു. എൻ്റെ കേരളത്തിനെ ഇന്ന് കേരളമാക്കിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ് UAE ആണ്. ആ രാജ്യത്ത് ബോംബ് വീഴ്ത്തിയിട്ടുള്ള ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവർ. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി. ഞാൻ ഇന്ന് വളർന്നു വന്നിരിക്കുന്ന ആ രാജ്യത്ത് നിന്ന് എൻ്റെ വാപ്പ കൊണ്ടുവന്നാണ്, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്. അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്കകത്ത് പോലും ശത്രുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനികൾ ഇന്നേ വരെ ഇന്ത്യൻ മുസ്ലിംസിനെ മുസ്ലിംസായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർ മുഴുവൻ കണക്കാക്കിയിരിക്കുന്ന ഇവിടെ ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം കാഫിർ മരിച്ചു, ഇന്ത്യക്കാരൻ മരിച്ചു. ഇവിടെ ഹിന്ദുക്കളെ കൊന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ എന്തിനാണ്? ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും കൂടെ തല്ലിവിടാൻ വേണ്ടിയിട്ട്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പാകിസ്ഥാൻ മിലിറ്റൻസി അവർ വിൽക്കുകയാണ്. ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടടിക്കാൻ ഒരു ചോദ്യം ചോദിക്കേണ്ട എന്നുള്ള ലെവലിലാണ് ഇന്നത്തെ ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാറില്ല. ചൈനയ്ക്കും അറിയാം ഇത് പഴയ ഇന്ത്യ അല്ല, 62ത്തെ ഇന്ത്യ അല്ല. നമ്മൾ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ കൊല്ലുന്നു. ഐ ക്യാൻ ബി പ്രൗഡ് ഓഫ് മൈസെൽഫ്. വൈ? ബിക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കമാൻഡോസും ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഓപ്പറേഷനിൽ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അതാണ് മോഹൻലാലിനെ കൊണ്ട് ഞാൻ ആ ഡയലോഗ് പറയിപ്പിക്കുന്നത്. കീർത്തിചക്ര എന്നുള്ള ഒരു കില്ലിംഗ് മിഷനായിരുന്നു. ദാറ്റ് വാസ് ഫേസ് ടു ഫേസ്, ഡേ ടൈമിൽ, ബ്രോഡ് ഡേ ലൈറ്റ്. നമുക്ക് അവനെ കാണാം, അവൻ എന്നെയും കാണാം, ഇടയിൽ മറയൊന്നുമില്ല. പുള്ളച്ച അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു. ആ കാലത്തിന് സുഖം ഉണ്ടായിരുന്നു. ഇന്ന് വേറൊരു സുഖം, നിങ്ങൾ അനുഭവിക്കുന്ന സുഖം. ഞങ്ങൾ ഓൾ തന്ത വൈബ്, നിങ്ങൾ ന്യൂജന്. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച സുഖം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പേട്രിയോട്ടിസം എല്ലാം മരക്കി കലക്കി സ്വന്തമാക്കി നമ്മുടെ നാടിനോടുള്ള സ്നേഹം പോലെ തന്നെ സിനിമയോടുള്ള സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം മേജർ രവി സർ ആണ്. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. ഹായ്. സോ സാറിൻ്റെ ആ ഒരു മേജർ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും അത്. സോ എപ്പോഴാണ് ഒരു മേജർ ആവണം അല്ലെങ്കിൽ ഒരു മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്? ഇതങ്ങനെ ആഗ്രഹിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് വീട്ടിൽ മുഴുവൻ പട്ടാളക്കാരായിരുന്നു. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്തൊക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് 70s, അന്നത്തെ കാലത്തൊക്കെ പഠിപ്പില്ലാത്തവൻ പട്ടാളത്തിൽ ചേരുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ തോറ്റു കഴിഞ്ഞാൽ പട്ടാളമാണ് ഒരു ഗവൺമെൻറ് ജോലി, പോലീസ്, പട്ടാളം എന്നൊക്കെ. അപ്പോൾ എന്നെപ്പോലുള്ളൊരു വ്യക്തി പഠിക്കാൻ വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് എന്തെങ്കിലും ഗ്രാസ്പ് ഓക്കെ, ജനറൽ നോളജ് ഇതൊക്കെ. പക്ഷേ ബുക്കിലിരുന്ന് പഠിച്ചിട്ട് അത് എക്സാമിനേഷൻ കൊണ്ടിട്ട് ഛർദ്ദിക്കുക എന്നുള്ളത് എനിക്കത് പറ്റില്ല. ഐ കാൺ മഗ് ഇറ്റ് അപ്പ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ഫെയിലാവും. 9ലും തോറ്റു, 10ലും തോറ്റു. അപ്പം അന്നത്തെ കാലത്ത്, ഇന്ന് പിന്നെ എല്ലാം ഓൾ പാസ് ആയതുകൊണ്ട് പാസ്സായിട്ട് പോകും. പക്ഷെ അന്ന് നമ്മൾ 8ലും തോൽക്കും, 5ലും ഒക്കെ തോൽപ്പിക്കാറുണ്ട് മാഷന്മാർ. ഇപ്പോൾ ഓൾ പാസ് ആക്കണം നിർബന്ധമുണ്ട്. അന്ന് പിള്ളേരുടെ സൈക്കോളജിയെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് അറിവില്ല. വി വർ നോട്ട് ദാറ്റ് ബ്രോഡ് ഇൻ ലുക്കിംഗ് അറ്റ് ദ ലൈഫ് പെർസ്പെക്റ്റീവ് എന്ന് പറയില്ലേ. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനും ശിക്ഷിക്കാനും അങ്ങനെയൊക്കെയാണ് അവർ വളർത്തിയിരുന്നത് അന്നത്തെ കാലത്ത്. ഇന്ന് നമ്മൾ കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനുഷ്യാവകാശം പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. അവർക്കും അതറിയാം. ആ ഒരു സിറ്റുവേഷനിലെത്തി. അതേപോലെ തന്നെ അന്ന് ഞങ്ങൾ അധ്യാപകരുടെ മുന്നിൽ ഞങ്ങൾ മൂത്രമൊഴിക്കും കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ. അത്രയും പേടിയും ബഹുമാനമായിരുന്നു. ഇന്ന് അതേ അധ്യാപകർക്ക് നിങ്ങൾ പലരും ശവകുടീരം കോളേജിൻ്റെ മുമ്പിൽ നിർമ്മിച്ചു കൊടുത്തിട്ട് പ്രിൻസിപ്പളിനെ യാത്ര അയച്ചിട്ടുള്ള പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് കോളേജിൽ പഠിക്കുന്നവർ. സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ 10ാം ക്ലാസ്സുകാരൻ ഹെഡ്മാഷ മുന്നിൽ വന്നിട്ട് ചെയറിൽ ഇരുന്നു കൊണ്ട് ഹെഡ്മാഷെ തെരുവിളിക്കുന്ന നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. തന്നെ ഞാൻ വെറുതെ വിടില്ല. കാലം മാറി. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പട്ടാളമായിരുന്നു. പഠിക്കാത്തവൻ പട്ടാളത്തിൽ. പഠിക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ആരെയും ത്രെട്ടൻ ചെയ്യാനില്ല. എന്നെ പാസ്സാക്കില്ല, അത് ചെയ്യുന്നത് തോറ്റെങ്കിൽ തോറ്റ്. എന്നിട്ട് കുറച്ച് കുട്ടികൾ കളിയാക്കും. ചിലപ്പോൾ കൂടെ പഠിക്കുന്നവർക്ക് സങ്കടം ഉണ്ടായിരിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പൊടിയും തട്ടി നമ്മളങ്ങ് പോകും. അടുത്ത സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത പൂരത്തിന് പോകാമെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ഫാമിലി മുഴുവൻ പട്ടാളക്കാരാണ്. അച്ഛൻ്റെ ചേട്ടൻ നേവിക്കാരനായിരുന്നു. അച്ഛൻ സെക്കൻഡ് വേൾഡ് വാർ സോൾജറാണ്. അദ്ദേഹത്തെ ഞാൻ യൂണിഫോമിൽ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 4 വർഷം സർവീസ് ചെയ്ത് പോന്നു. ബാക്കി അച്ഛൻ്റെ 2 അനിയന്മാർ, അച്ഛൻ്റെ 2 പെങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാം പട്ടാളക്കാരാണ്. ഇവരൊക്കെ ലീവിന് വരുമ്പോൾ കാണുന്ന ആ ഒരു ആഠ്യത്വം, അതുപോലെ തന്നെ ആ ഒരു ഗാംഭീര്യമൊക്കെ, അവരുടെയൊക്കെ ഹെയർ കട്ട്, അവരുടെയൊക്കെ ഒരു ഡിസിപ്ലിൻ, അവർ കുളിച്ചു വരുന്ന സമയത്ത്
തേക്കുന്ന ഹെയർ ഓയിലിൻ്റെ സ്മെല്ല്, ഇതൊക്കെയാണ് ആക്ച്വലി എന്നെ പെട്ട ആൾക്കാർക്ക് മനസ്സിലായില്ല. അല്ല, പെട്രിയോട്ടിസം ഒരു ഇല്ല. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നുണ പറയുന്നതാണത്. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പെട്രിയോട്ടിസം ഒന്നുമില്ല. നിങ്ങളെപ്പോലെ ഈ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാത്തൊരു കാലം. വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ റേഡിയോ വാങ്ങിക്കുന്നത് തറവാടായിരുന്നു. റേഡിയോ വാങ്ങിക്കുന്നത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതൊരു ആഘോഷമായിരുന്നു അന്ന്. റേഡിയോ വന്ന് ഫസ്റ്റ് ന്യൂസൊക്കെ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ ഫുൾ ആൾക്കാരിന്ന് കേൾക്കുന്നതൊക്കെ ഒരു ആഘോഷമായിരുന്നു. ഇന്ന് എനിക്ക് റേഡിയോന് വിലയില്ല. അപ്പോൾ അന്നത്തെ ആ നോസ്റ്റാൾജിയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങളുടെ എക്സ്പോസ് പെട്ടാളാണ്. അങ്ങനെ ആണ് ഞാൻ 10ൽ തോറ്റപ്പം പിന്നെ കോളേജിൽ പോകാൻ പറ്റില്ല. കമ്പാർട്ട്മെൻറ്റിലാണ് പാസ്സായത്. അന്ന് കമ്പാർട്ട്മെൻറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ തോറ്റ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. 3 ലാംഗ്വേജസ് ആണ് ആക്ച്വലി എല്ലാവരും ഈസി ആയിട്ട്. ഞാൻ അതിലാണ് തോറ്റിരിക്കുന്നത്. ഇന്ന് ടുഡേ ഐ ഹാൻഡിൽ ഓൾ ദീസ് 3 ലാംഗ്വേജസ് വെരി വെൽ. അത് ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മിലിറ്ററിയിൽ പോകാനാണെങ്കിലും നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അന്ന് അതില്ല. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ടും അവിടെ പോയി ഉള്ള തല്ല് വാങ്ങിക്കുന്ന സമയത്ത് അറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് മറ്റേ നോട്ട് ഓൺലി ബട്ട് ആൾസൊക്കെ വിട്ടിട്ട് അങ്ങനെയുള്ള കുറേ ഫ്രേസസ് ഉണ്ടായിരുന്നു. ബട്ട് somehow I സർവൈവ്ഡ് എന്ന് പറഞ്ഞാൽ ചെന്നതിന് ശേഷമാണ് നോക്കുന്ന ഈ പഠിപ്പുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ പെട്ടാൽ കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അപ്പം നമ്മൾ പഠിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് when you are cornered to the wall you fight back. ആ വാളിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ടും അവൻ റിട്ടാലിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ആൾ ജീവിക്കാൻ അർഹനല്ല. അതിനെ തല്ലിക്കൊല്ലുക എന്നുള്ളത്. ചെറിയ എക്സാമ്പിളുകൾ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ. എൻ്റെ മദ്രാസിലെ വീട്ടിൽ വലിയൊരു എലി ബാത്റൂമിനകത്ത്, എലിയല്ല പല്ലി, അത് വലുതെന്ന് പറഞ്ഞാൽ മുട്ടം പല്ലി, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഞാൻ മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ചുമരിന് ഇതിനെ അടിക്കുകയാണ്. അടിക്കുമ്പോൾ അത് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എല്ലാം കഴിഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ഈ പല്ലിക്ക് നിവൃത്തിയില്ല എന്നുള്ള സമയത്ത് ആ ചുമരിൽ നിന്നുകൊണ്ട് ഈ പല്ലി വാ വിളിച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനത് ഓർത്തത്. പിന്നെ ആ പുഷ് ടു ദ വാൾ റിട്ടാലിയേറ്റ് എന്നുള്ളത്. അതൊരു മൃഗങ്ങളിൽ പോലും ഉണ്ടത്, ആ വാസന. ഇത് കണ്ട് ഞാൻ ഇങ്ങനെ നോക്കി എന്നിട്ട് ഐ റെസ്പെക്റ്റഡ്. I just left him because he had the guts to retaliate. ഇതാണ് നമ്മൾ മനുഷ്യന്മാർ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യം. when you are cornered to the wall, അതൊരു ആണായാലും പെണ്ണായാലും, പെൺകുട്ടികൾ പലപ്പോഴും നിസ്സഹായരാണ്, അതാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പിന്നെ പുഷ് ടു ദ വാൾ, ബാക്കിലേക്ക് പോകാനൊന്നും ഇല്ലയെന്ന് പറയുന്ന സമയത്ത് then you retaliate. അതാണ് എൻ്റെ പട്ടാളത്തിലുണ്ടായത്. ഒരു പട്ടാളക്കാരനായി ചേർന്നിട്ട് എവിടെയൊന്നുമില്ല. ഈ സാധാരണ ലൈഫ് നിങ്ങൾ 1000-ൽ 1 എന്നുള്ളത് വരുന്ന സമയത്ത് 1000-ൽ ഒരാൾ, പക്ഷെ 1000-ൽ 1 മാറുന്നതാണ് ഓഫീസറായിട്ട് മാറുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പഠിക്കണം, അതിന് പഠിപ്പ് വേണം. പിന്നെ അതെല്ലാം 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ഒക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 3 വർഷത്തിൽ പഠിച്ചെടുത്ത്. രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിക്കാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തി. പണ്ട് അമ്മ വീട്ടിലിരുന്നുകൊണ്ട് പലപ്പോഴും എനിക്ക് രാത്രിയിലൊക്കെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിന്നിട്ട് പഠിക്കുമോനെ എന്ന് പറഞ്ഞാലും കാല് വെള്ളത്തിലിട്ടുകൊണ്ടിരുന്നിട്ടൊക്കെ ഒരിക്കലും പഠിക്കില്ല. ഇങ്ങനെ ഇരുന്ന് ഉറക്കം നോക്കിക്കൊണ്ടിരിക്കും. അതെന്താണ് എന്തെന്നുള്ള നമുക്ക് വി ആർ നോട്ട് വോളിലേക്കാണ് പുഷായിട്ടില്ല. വീട്ടിൽ ചാപ്പാടുണ്ട്, കുഴപ്പമില്ല, എല്ലാം കംഫർട്ട് സോൺ. ദെൻ ദാറ്റ് വാസ് എ ടൈം ഐ സെഡ് നോ, ഐ ഗോട്ട് ടു പ്രൂവ് ടു സംബഡി. ദർ വാസ് ലോട്ട് ഓഫ് സംബഡി. അതെൻ്റെ വീട്ടിൽ അമ്മായിമാരാവാം, അല്ലെങ്കിൽ വീട്ടിലത്തെ റിലേറ്റീവ്സ് ആയിരിക്കാം. പലരും എന്നെ കളിയാക്കിയവരുണ്ട്. 10ൽ തോറ്റ സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയല്ല, ബാക്കി റിലേറ്റീവ്സിൻ്റെയൊക്കെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൻ്റെ മോനാണ് 10ാം ക്ലാസ്. സത്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ് സത്യഭാമ. സത്യത്തിൻ്റെ മോൻ, അവൻ 10ാം ക്ലാസ് പാസ്സായത് തന്നെ. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അപ്പൊന്നും ഓർക്കില്ല. നമ്മൾ ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല. ഈ തോട്ടുകളൊക്കെ വരും. നമ്മളിത് പറഞ്ഞ സമയത്ത് നമ്മുടെ അമ്മയ്ക്കോ അച്ഛനും എത്രത്തോളം ഇൻസൾട്ട് ആയിട്ടുണ്ടെന്നുള്ളത് ആ സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യണം. അവിടെയാണ് ഒരു മകനോ മകളോ ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് അവിടെ വരേണ്ടത് എന്താണ്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ തല ഉയർത്തി നടക്കാൻ പറ്റുമെന്നുള്ള പൊസിഷനിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ മക്കളെ കൊണ്ട് സാധിക്കുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അല്ല ഇവിടെ വല്ല ഹോട്ടലുകാരൻ കഞ്ചാവ് വിറ്റുകൊണ്ട് നടക്കുന്നുണ്ട് അടുത്താണ് കൊച്ചിയിൽ. അവൻ്റെ കഞ്ചാവും വാങ്ങിച്ചടിച്ച് രാത്രി പാർട്ടിയിലും പബ്ബിലും പോയി നടന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതും ആ ആൾക്കൊണ്ടൊരു അച്ഛനും അമ്മയും.
ആ അച്ഛനും അമ്മയുടെയും മനസ്സെന്തായിരിക്കും എന്നുള്ളത് നിങ്ങളായിരിക്കും. ഇപ്പോൾ ഞാനെന്ന് മേജർ രവി ആവുന്നതിന് മുന്നേ ഉള്ള പട്ടാളക്കാരൻ വിചാരിച്ച് എൻ്റെ അച്ഛനും അമ്മയും കുറേ ഇൻസൾട്ട് കഴിച്ചു. 9 തോറ്റവൻ്റെ അച്ഛനും അമ്മയും, 10 തോറ്റവൻ്റെ അച്ഛനും അമ്മയും. ഇനി മാറ്റിയെടുക്കണം. ഇനി അഭിമാനത്തോടു കൂടി അവർ പറയാം. അങ്ങനെ 3.5 വർഷത്തിനകത്ത് ഞാൻ ഓഫീസറായി. എല്ലാം എഴുതിയിട്ടാണ്. ഇപ്പോൾ പരീക്ഷ എഴുതി SSB സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ IASൻ്റെ പ്രിലിമും മെയിനൊക്കെ എഴുതുന്ന അതേപോലെ. പക്ഷേ അത്രയും പഠിക്കാനില്ല എന്ന് മാത്രം. പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് വി ഹാവ് ടു ഗോ ത്രൂ. പ്രാക്ടിക്കൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ ലൈനല്ലേ. അത് കഴിഞ്ഞ് പിന്നെ പട്ടാളക്കാരനായി, ഓഫീസറായി, നിങ്ങൾ കേൾക്കുന്ന മേജർ രവിയായി. അത് കഴിഞ്ഞ് പിന്നീട് അതല്ലേ ഒരു പട്ടാളക്കാരന് ഒരു പ്രസിഡൻറ്റിൻ്റെ ഗാലറി മെഡൽ, സേനാ മെഡലൊക്കെ കിട്ടുക ഗാലറിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അൾട്ടിമേറ്റ്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ചിലർക്ക് 2 പ്രാവശ്യം കിട്ടും, ചിലർക്ക് 3 പ്രാവശ്യം കിട്ടും. പക്ഷെ എനിക്കൊരു പ്രാവശ്യം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻസ് കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും വാസ് നോട്ട് എക്സ്പോസ് ടു ദാറ്റ്. പക്ഷെ സത്യം പറയാനാ, അത് കിട്ടുമ്പോഴും എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്ത ജോലിക്ക് ഒരു മെഡൽ കിട്ടി, ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചില്ല. നമ്മൾ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ കൊല്ലുന്നു. പക്ഷെ നമ്മുടെ ആ സമയത്തും എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കൊന്നും സംഭവിക്കരുത്. വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യു ആസ് എൻ ഓഫീസർ, ഇറ്റ് ഈസ് ഓൾ യുവർ റെസ്പോൺസിബിലിറ്റി ടു വിൻ ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. എന്ത് വന്നാലും യുവർ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ കൂടെയുള്ള പിള്ളേർ എന്ത് ചെയ്തു എന്നുള്ളതിൽ അത് അവരുടെ മേലിൽ ബ്ലെയിം ഇടാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഐ ക്യാൻ ബി പ്രൗഡ് ഓഫ് മൈസെൽഫ്. വൈ? ബിക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കമാൻഡോസും ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. അല്ല, ആരോഗ്യപരമായിട്ട് വല്ലവരും മരിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഫിസിക്കലി വേറെ വല്ല അസുഖവും പിടിച്ച് ഓപ്പറേഷനിൽ ആർക്കൊന്നും പറ്റിയില്ല. ചെറിയ ബുള്ളറ്റ് അതിലേ പോയി ഇതിലേ പോയി അത്രയൊക്കെ തന്നെ. അതൊക്കെ ഓക്കെ. അത് ജീവൻ കാറ്റുമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കുറ്റബോധം. മെഡലിനേക്കാളും വലുത് അത് തന്നെയാണ്. പിന്നെ കാരണം അവരുടെ ഫാമിലിയെ കാണേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. നേരെ വിളിച്ച അവൻ്റെ കൂടെ ആ പയ്യൻ്റെ അച്ഛൻ എൻ്റെ കൂടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ചിരുന്ന് കാണുന്ന സമയത്ത് സാബിൻ്റെ കൂടെ എൻ്റെ പപ്പ സർവീസ്, പപ്പ മരിച്ചു, സാറിപ്പോഴും ഉണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുത്തരം പറയും. അപ്പം അതിനാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഓപ്പറേഷനിൽ എനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതായിക്കോട്ടെ. അതാണ് മോഹൻലാലിനെ കൊണ്ട് ഞാൻ ആ ഡയലോഗ് പറയിപ്പിക്കുന്നത് കീർച്ചക്കയിൽ. I'll be leading this operation, my buddy Jay will be following it. If anything happens to me, just step over my dead body and finish the operation എന്നുള്ള അത് പറയുന്നത്, അത് പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ പറഞ്ഞിരുന്നതും പ്രാക്ടിക്കലി നടത്തിയിരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളൊന്നും കാണാത്ത കുറേ മേജർ രവിയും ടീമും ഉണ്ട്. നിങ്ങൾ കേൾക്കാത്ത കുറേ കഥകളുണ്ട്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പലതും മറന്നുപോയി കാണും. വല്ലവരും പറയുമ്പോഴാണ്. എന്നാലും സാറിന്റെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു മിഷനെ പറ്റി പറയാൻ പറഞ്ഞാൽ ഇപ്പോഴും മറക്കാത്ത? ഇപ്പോഴും അത് തന്നെയാണ്. കീർച്ചക്ര എന്നുള്ള ഒരു കില്ലിംഗ് മിഷനായിരുന്നു. ആ ഒരു 7 പേരെ കൊല്ലുന്നത്. ദാറ്റ് വാസ് ഫേസ് ടു ഫേസ്, ഡേ ടൈമിൽ, ബ്രോഡ് ഡേ ലൈറ്റ്. നമുക്ക് അവനെ കാണാം, അവൻ എന്നെയും കാണാം, ഇടയിൽ മറയൊന്നുമില്ല. പുള്ളച്ച അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വണ്ടിയുടെ മുകളിലായിരുന്നു, DCM ടോയ്ലറ്റ്. അപ്പോൾ ഈ മുമ്പിലുള്ള ഈ ബോണറ്റ് ഡ്രൈവർ അത് ബുള്ളറ്റ് പ്രൂഫാണ്. ബാക്കി അവർ താഴത്ത് ഫീൽഡിലാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൻ്റെയും ഈ ഒരു ഡെഡ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ബോണറ്റ്, അപ്പോൾ ഈ ബോണറ്റ് ഇപ്പോൾ താഴ്ത്തിരിക്കുന്നവൻ വെടിവെക്കുകയാണെങ്കിൽ ഇത് ബോണറ്റിൻ്റെ ഇതാണെങ്കിൽ ഇതിലിങ്ങനെ പോകും. ഞങ്ങളുടെ തല ഈ ഗ്യാപ്പിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് കിട്ടില്ല. സോ യു ആർ ഓൾവേസ് ഇൻ ദ സേഫ് ഗാർഡഡ് തിങ്, ബട്ട് സ്റ്റിൽ ഇറ്റ് മേ ഹാപ്പൻ if your time is over. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. സോ വി മാനേജ് ടു കിൽ ഓൾ ദ 7. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ഓപ്പറേഷൻ, ശിവരാസൻ ഓപ്പറേഷൻ, രാജീവ് ഗാന്ധി വധക്കേസായിരുന്നു. കാരണം കൊല്ലാനുള്ള ഓർഡർ ഇല്ല, ഇവരെ പിടിക്കാനാണ്. അതാരെയാണ് ഈ പിടിക്കുന്നത്? കഴുത്തിൽ സയനൈഡും തൂക്കി 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ മരണത്തിനും കൊണ്ട് നടക്കുന്നവൻ്റെ അടുത്ത് നിന്ന് അവനറിയാതെ അവൻ്റെ കഴുത്ത് വരെ എത്തണം ഈ സയനൈഡ് വരയ്ക്ക്. അപ്പം അതിനുള്ള സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വാതിൽ തുറന്ന് അകത്തോട്ട് കയറി ഒരാളുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അതിനകത്ത് സമയം അറ്റ്ലീസ്റ്റ് 1 or 2 സെക്കൻഡ്സ് പോവും. ഈ സെക്കൻഡ് മതി ഇവനെടുത്ത്. അതുപോലും കൊടുക്കാതെ അവനെ പിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മുരുകനെയും നള്ളിനെയും ജയിലിൽ കിടന്നവരെല്ലാവരെയും പിടിച്ചിരിക്കുന്നത്. അതൊരു ചാലഞ്ചിങ് ആയിരുന്നു. കയ്യിൽ തോക്കും വെച്ച് ഇവനെ കൊല്ലാനായിട്ട് പാടില്ല.
എന്നാൽ അവൻ്റെ കയ്യിൽ തോക്കുണ്ട്. അവൻ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിട്ടയർ ചെയ്യണം, ഇതൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് മിഷനായിരുന്നു അത്. നേരെ വെച്ച് ജനറലി കമാൻഡേഴ്സിന് കിട്ടുന്ന ഓർഡർ എന്താണ്? ഗോ കിൽ. ദാറ്റ്സ് വെരി ഈസി. ഇത് കുറച്ചുകൂടി ഇത് ടഫ് എന്ന് പറഞ്ഞാൽ ഇവൻ അറിയാതെ അടുത്തെത്തണം. മറ്റവർക്ക് എത്ര ഡിസ്റ്റൻസ് ആണെങ്കിലും ഷൂട്ട് ചെയ്യാം. ഇത് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫും ഉണ്ട്. അതുപോലെ തന്നെ റൊമാനിയൻ അംബാസിഡർക്ക് റാഡുവിന് പലപ്പോഴും കോമഡി നടക്കും ഈ ലൈഫിനകത്തൊക്കെ. നിങ്ങൾക്കത് കാണുമ്പോൾ സീരിയസ് ആയിരിക്കും, ഞങ്ങളകത്തിരുന്നിട്ട് ചിരിക്കും. ഇംഗ്ലീഷ് പടങ്ങളൊക്കെ പോലെ റാഡുവിനെ സേവ് ചെയ്ത് ബ്ലാസ്റ്റൊക്കെ ചെയ്ത് അകത്തോട്ട് മരത്തിൻ്റെ താഴത്തോടെ ഇരുത്തി. അയാൾ രാത്രി ഓടിപ്പോയി. അയാൾ പേടിച്ചിട്ട്, അപ്പം അവിടെ ഇരുന്ന കമാൻഡോ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വയർലെസ് സംസാരിച്ചുകൊണ്ട് അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലവരും പോകുന്നത് ഇയാൾ ഓടുന്നു വിചാരിച്ചു. ഇയാൾ രാത്രി ഓടിപ്പോയി ഫീൽഡിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്. എന്നിട്ട് ട്രെയിനും പിടിച്ച് ഡൽഹിയിൽ വന്നു. ഞങ്ങൾ രാത്രി മുഴുവൻ ആ ഫീൽഡ് എടുത്ത് തിരയാണ്, ഇതിനെ റെസ്ക്യൂ ചെയ്ത് സാധനം കിട്ടുന്നുമില്ല. പിറ്റേ ദിവസം കാലത്തിൻ്റെ ഇയാൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് എംബസിൽ ഇറങ്ങി. എംബസിൽ ആരും കയറ്റിയില്ല. ഇയാളുടെ പൈജാമയും കൊടുത്തേയും താടിയൊക്കെ ഷേവൊന്നുമില്ല. 4 ദിവസമായിട്ട് കിഡ്നാപ്പിലായിരുന്നു. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഡാമിറ്റ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഗാർഡ് കയറ്റിയില്ല. അവസാനം ആരോ പുറത്ത് നിന്നിട്ട് അംബാസിഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി. അങ്ങനെയുള്ള കോമഡി സിറ്റുവേഷൻസ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് അറിയില്ല. കാരണം നമ്മൾ ജീവനോടെ ഇയാളെ പിടിച്ചു എന്നുള്ള നമ്മൾ വയർലെസ് പാസ് ചെയ്തു. ഇത് പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും മിലിറ്റൻസ് വെടിവെച്ചു വന്നു കഴിഞ്ഞാൽ, സോ ദർ ആർ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പക്ഷെ അതിനകത്ത് രസകരമായിട്ടുള്ള സിറ്റുവേഷൻസും പിന്നീട് തോന്നുമ്പോൾ നമുക്കിരുന്ന് ചിരിക്കാം. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നൊരു മെൻ്റൽ ട്രോമയുണ്ടല്ലോ. CO വിൽ ബി ഫയറിങ് അറ്റ് മീ, ഐ വിൽ ബി ഫയറിങ് അറ്റ് മൈ ജവാൻ. എല്ലാറ്റിനും കൂടെ നിൻ്റെ അടുത്ത് ഇവിടെ വെച്ചാൽ ഇതെവിടെ പോയി. ഇതത് കുട്ടികളുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ്. അതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലതും നമ്മൾ കണ്ടിട്ട് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫ്. ചില ഗവൺമെൻറ് പോളിസീസ് ഇന്ന് എന്ത് തന്നെയായാലും ശരി, ആ പോളിസിക്ക് മാറ്റമുണ്ട്. അങ്ങനെ ഹൈജാക്കോ കിഡ്നാപ്പോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ തട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടടിക്കാൻ ഒരു ചോദ്യം ചോദിക്കേണ്ട എന്നുള്ള ലെവലിലാണ് ഇന്നത്തെ ഇന്ത്യ പോകുന്നത് മുന്നോട്ട്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറി, പട്ടാൻകോട്ട്, പെഹൽഗാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാലാക്കോട്ട്, ആ അറ്റാക്കും ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിലാണ്, പെഹൽഗാം അറ്റാക്ക്. ഇപ്പം സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന സെക്യൂരിറ്റി ചാലഞ്ചസ് എന്തൊക്കെയാണ്? സെക്യൂരിറ്റി ചാലഞ്ചസ് എന്ന് പറയുന്നത്, ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പാകിസ്ഥാൻ, അവരുടേതായിട്ടുള്ള ഈ സോ കോൾഡ് ഡെമോക്രസി എന്ന് പറയുന്നതിന് അവരത് ഓട്ടോക്രസി ആയിട്ട് ഏത് സമയത്തും മാറാൻ പറ്റുന്നൊരു അധികാരമുള്ള മിലിറ്ററി പവേഴ്സ് അവന്മാരാണ് തീരുമാനിക്കുന്നത്. അവരാണ് ഈ രാജ്യത്ത് മിലിറ്റൻസി പരത്തുന്നതും. അവർ സെല്ല് ചെയ്യണം. ദാറ്റ്സ് എ പ്രോപ്പർട്ടി ടു സെൽ. മിലിറ്റൻസി അവർ വിൽക്കുകയാണ്, അതിന് കാശുണ്ട് അവർക്ക്. അത് പല രാജ്യങ്ങളിലേക്കും ഇവർ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ള തടവുകാരെ, കൊല്ലാൻ വിധിച്ചിട്ടുള്ളവന്മാരെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വിൽക്കും. വിറ്റാൽ ആ കാശ് പാകിസ്ഥാന് കിട്ടും. എന്നിട്ട് അവർ കയറ്റിവിടുകയാണ്, ട്രെയിനിങ് കൊടുത്തിട്ട് കയറ്റിവിടുന്നത്. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് 7 ക്യാമ്പുകളാണ് ഇപ്പം പെഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫസ്റ്റ് അറ്റാക്ക് നമ്മൾ നടത്തിയ 7 ക്യാമ്പ്സ് ഒന്നും അങ്ങനെയുള്ളൊരു ക്യാമ്പാണത്. അപ്പം പാകിസ്ഥാനിൽ ഉള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാറില്ല, ആരെയും ഒന്നും ചെയ്യാറില്ല. ഇന്നത്തെ നമുക്കുള്ള ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കാര്യമായിട്ട്. ഒരു ചൈന എന്നുള്ളത് ചൈനയ്ക്കും അറിയാം ഇത് പഴയ ഇന്ത്യ അല്ല, 62ത്തെ ഇന്ത്യ അല്ല. എന്നാലോ ഐ എം നോട്ട് ബൂസ്റ്റിംഗ് മൈ സെൽഫ്. നമ്മൾ ഫാക്റ്റുകളെ ഫാക്റ്റായിട്ട് തന്നെ പറയണം. ഇപ്പം ഇവിടെ ഒരുത്തന്നെ ഒരു നുണ പറഞ്ഞു, റഫാൽ വീഴ്ത്തി എന്നുള്ളത്. അത് നുണയാണത്, അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ചൈനയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഈസ് പവർഫുൾ. ചൈനയുടെ ഒന്നാമത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലെവലിലായിരുന്നു, നമ്മളെക്കാൾ എത്രയോ കൂടുതലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആസ് ഗുഡ് ആസ് നമ്മുടെയൊക്കെ പാറാണ്. അന്നും അവർക്ക് ഇതുപോലെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു 65-ലും. അന്നൊക്കെ അവരുടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജി, ഒരു പോളിസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫണി പോളിസീസ് ആയിരുന്നു. ദേ ഗോട്ട് ആൻ അറ്റാക്ക് മോഡ് ഓഫ് ഹ്യൂമൻ വേവ്സ് എന്ന് പറയും. ഈ മലമുകളിൽ കൂടെ
അവർ 5000 അല്ലെങ്കിൽ 3000 പട്ടാളക്കാരെ ലൈനപ്പായിട്ട് നിർത്തിയിട്ട് ഒരു വേവ് അങ്ങ് വരും, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരും വെടിവെച്ചുകൊണ്ട്. അതിൻ്റെ പിറകുന്ന് വേറെ 3000 വരുന്നതാണ്. അതിനാണ് ഇപ്പോൾ വേറെയും വരും. അപ്പോൾ അത് മുകളിൽ നോക്കിയാൽ ഒരു വേവ് പോലെ ഇങ്ങനെ വരും. അങ്ങനെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടേക്ക് ചാവാൻ. ചൈനക്കാർക്ക് പിന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലേ, ഡൈ ഫോർ ദ കൺട്രി എന്നുള്ളതാണ്. അതുപോലെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ വേവ് ഉണ്ടാക്കിയിട്ട്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ജീവൻ കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല. അവർക്ക് ഇഷ്ടംപോലെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, ദേ ഡിഡ് ഇറ്റ്. ബട്ട് ഇന്ത്യ നെവർ ഡു സച്ച് സോർട്ട് ഓഫ് തിങ്സ്. വി ആർ ഓൾവേസ്, നമ്മളെന്നും ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് ഇന്നല്ല എന്നും അതെ. ഇവിടെ നിങ്ങൾ പറയുമായിരിക്കും ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിംസ്, ഇവിടെ ഒരു ജാതി മതമൊന്നുമില്ല, ഇവിടെ ഉള്ള എല്ലാ ഇന്ത്യക്കാരാണ്. അതാദ്യം മനസ്സിലാക്കുക. പക്ഷെ രാഷ്ട്രീയം ഇലക്ഷൻ വരുമ്പോൾ ഇപ്പം വി ഡി സതീശൻ പറയും ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ മറ്റ് പിണറായി വിജയൻ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും പറയും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും BJP നേതാക്കന്മാർ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നമ്മളൊരിക്കലും ഹിന്ദുക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല ഞങ്ങളുടെ പാർട്ടി. ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് അറിയാം, ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള സഹിഷ്ണുതയുടെ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഇന്ന് കേരളത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കേരളം എന്ന് നിങ്ങൾ വലിയ അഭിമാനം, ഇത് ഞങ്ങൾ ജനങ്ങളായതുകൊണ്ടാണ് ഇവിടെ സമാനമായിട്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഈ കളിക്ക് ഞങ്ങൾ ജനങ്ങൾ വീഴില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ അയലോക്കത്തുള്ള അബ്ദുൽ ഖാദർ തന്നെയാണ് എനിക്ക്. കാരണം ഞാനും അവനും കൂടെ കക്കൂസ് കൊണ്ടടക്കം ഒരുമിച്ച് വീണിട്ട് തല്ല് കിട്ടിയ രണ്ടമ്മമാരുടെ ഉമ്മയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ട് വളർന്നിട്ടുള്ളൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാലം എങ്ങനെയാണ് നിങ്ങൾ മറക്കുക? നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഇല്ല. തിരുനാവായ വന്നപ്പോൾ പിണറായി സർക്കാർ പറഞ്ഞു അവിടെ വർഗീയത വരുമെന്ന് പറഞ്ഞു. അവിടെ മലപ്പുറത്താണത്. അവിടുത്തെ മുസ്ലിംസാണ് ഹിന്ദുക്കളുടെ ഈ ഭക്തർക്ക് വേണ്ടി ഗേറ്റ് തുറന്നിട്ടത്. ഒരു പ്രശ്നമില്ലാതെ 10 ദിവസം ലക്ഷങ്ങളോടെ വന്ന് പോയി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റല്ലായിരുന്നു. നിങ്ങളായിട്ട് മനസ്സിനകത്ത് വിദ്വേഷം ഉണ്ടാക്കില്ലായിരുന്നു. ആ മുസ്ലിങ്ങളോട് പറയില്ലായിരുന്നു അവന്മാർ വരികയാണെങ്കിൽ അടിച്ചോന്നുള്ളത്. പക്ഷെ നിങ്ങളെയൊക്കെ ബുദ്ധിയുണ്ട് ഇപ്പോൾ ഇവർക്ക്. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അറിയാം നിങ്ങൾ കുറേ ഇതിട്ട് കളിക്കുന്നത്. ഇപ്പം എന്തിനാ പാളയം ഇമാമിൻ്റെ മറ്റേ ഇതിൻ്റെ ഇത് കേട്ടില്ലേ നിങ്ങൾ, പൊങ്കാലയ്ക്ക് ആഹ്വാനം ചെയ്യുന്നത്? പള്ളിയോ വീടോ എന്തോ ആയിക്കോട്ടെ എല്ലാം ഗേറ്റ് തുറന്നിട്ട് കൊടുക്കണം. ഹിന്ദുക്കളുടെ ആചാരം നടത്താൻ അവിടെ പള്ളിമുറ്റത്ത് പൊങ്കാല ഇടണമെങ്കിൽ അവർക്കത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഇമാമുള്ള നാടാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പറയുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നമുണ്ട്? ഇതിനെയാണ് പാകിസ്ഥാൻ കളിക്കാൻ നോക്കിയത്. ഇവിടെ കളിക്കുന്ന ഈ കളീനെ ആണ് പാകിസ്ഥാൻ കളിച്ചത്. അപ്പം എന്താണ് ത്രെട്ട്? അവിടുന്ന് മാത്രമല്ല, ഇതിനകത്തുണ്ട് കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ. അവരുണ്ടാക്കുന്ന ഈ ഫ്രിക്ഷൻ അത് നിങ്ങൾ നോക്കിക്കോളൂ. അന്ന് 22-ാം തീയതി അറ്റാക്ക് കഴിഞ്ഞിട്ട് 23-ാം തീയതി കാലത്ത് ഞാൻ മറ്റേ ചാനലിൽ അന്ന് അവതാരിക മോത്തി സംതിങ് മദർമീഡിയ, ആൻഡ് ഷീ ഗേവ് മീ ടൈം ടു ജസ്റ്റ് സ്പീക്ക് ബിക്കോസ് ഐ വാസ് സ്പീക്കിംഗ് ലോജിക്. ഹാഫ് ആൻ അവർ ഞാൻ ഇരിക്കുന്ന ആ കുട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ചെയ്തില്ല. അതിലെന്ത് പറ്റി? എനിക്ക് ഐ കുഡ് കൺവിൻസ് ദ പബ്ലിക്കിൻ്റെ അടുത്ത് ഞാൻ ഇതേ പറഞ്ഞു, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അവിടെ ഇപ്പോൾ സംസാരമുണ്ട് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിച്ചു, അങ്ങനെ തെരഞ്ഞു പിടിച്ച് കൊല്ലേണ്ട ആവശ്യം എന്താണ് ഒരു പാകിസ്ഥാനിക്ക്? പാകിസ്ഥാനികൾ ഇന്നേ വരെ ഇന്ത്യൻ മുസ്ലിംസിനെ മുസ്ലിംസായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർ മുഴുവൻ കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം കാഫർ മരിച്ചു, ഇന്ത്യക്കാരൻ മരിച്ചു. നമുക്ക് ആ വികാരമില്ല. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നു. പാകിസ്ഥാനീസ് പറയുന്നുണ്ട് നിങ്ങൾ ആര് ചത്താലും ശരി, ഞങ്ങൾക്കൊരു ഇന്ത്യക്കാരൻ ചത്തു, അതാണ് ഞങ്ങളത്. അങ്ങനെയാണ് അവൻ പറയുന്നത്. ഇതാണ് ഞാൻ അന്ന് രാത്രി പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നത്. പല പബ്ലിക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറ് എന്തൊരു കൃത്യമായിട്ടുള്ളൊരു സംഭവമാണ് സാർ പറഞ്ഞതെന്ന്. കാരണം മനസ്സിനകത്ത് ഒരു വിദ്വേഷമൊക്കെ വന്നിരുന്നു. അല്ല അത് ശരിയല്ലേ, ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് വെച്ചില്ല. ആ ഹിന്ദുക്കളടക്കം മനസ്സിലാക്കി മേജർ രവി പറഞ്ഞ കറക്റ്റാണല്ലോ. ഇവിടെ ഹിന്ദുക്കളെ കൊന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ എന്തിനാണ്? ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും കൂടെ തല്ലിവിടാൻ വേണ്ടിയിട്ട്. അത് വന്നാൽ ഇവിടെയുള്ള നമ്മുടെ ശത്രുക്കൾ, രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ രാജ്യം ഒരിക്കലും പ്രോസ്പെരിറ്റി ആവില്ലെന്ന് പറയുന്ന ഒരു ഒപ്പോസിഷൻ ലീഡർ, അങ്ങനെയുള്ളൊരു രാജ്യത്ത് എങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്
നമ്മുടെ ഒന്നിനും പറ്റില്ല എന്ന് പറയുന്ന ആൾ. അവിടെ ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ഇന്ത്യ ഹാസ് റീച്ച്ഡ് ഇൻ സം പ്ലേസ്. അത് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് നല്ലപോലെ അറിയാലോ. എന്നിട്ടത് മനസ്സിലായിരുന്നിട്ട് ഇപ്പുറത്തിരുന്ന് ഈ വിഡിത്തം പറയാണ് ഇന്ത്യ ഹാസ് റീച്ച്ഡ് ഓവർ. അത് പറയാനുള്ള സന്തോഷമുള്ള ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരനല്ല, നമ്മുടെ ശത്രുക്കളാണ് അവർ. അപ്പം കുട്ടി ചോദിച്ചല്ലോ ആരാണ് എന്താണ് ത്രെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മാത്രമല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഈ സംസാരത്തിൽ ഇത് ഞാനിപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ലൈവ് ഞാൻ കൊടുക്കുന്നില്ല, കാരണം പല കാരണങ്ങളെ കൊണ്ടും. ഇന്നിപ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് അതന്നെ അതെല്ലാം ചില ഇമാംസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഇത് കേൾക്കണം. എന്നാലെങ്കിലും ഇവിടുത്തെ ഈ തല തിരിഞ്ഞിട്ട് ഒരു ബുദ്ധിയില്ലാതെ തൊള്ളത്തുമാരി ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അടക്കമുണ്ട് അതിനകത്ത്. നിങ്ങൾ എന്തേ മറന്നത്? എൻ്റെ കേരളത്തിനെ ഇന്ന് കേരളമാക്കിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ് UAE ആണ്. അതിനകത്ത് സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഇവിടെ നിന്നൊക്കെ എൻ്റെ പാവപ്പെട്ട മലയാളീസ് പോയി ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇന്ന് ഈ കേരളത്തിന് ഈ ലെവലിലാക്കിയിരിക്കുന്നത് ആ രാജ്യങ്ങളാണ്. ദുബായ് തൊട്ടിട്ട് അങ്ങോട്ടൊക്കെ പിടിച്ചോ. ആ രാജ്യത്ത് ബോംബ് വീഴ്ത്തിയിട്ടുള്ള ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവരല്ലേ? അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി. ആദ്യം മനസ്സിലാക്ക്, എൻ്റെ ഇക്ക അവിടെ ഉണ്ട്, എൻ്റെ ഉപ്പ അവിടെ ഉണ്ട്. ആ രാജ്യത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് വളർന്നു വന്നിരിക്കുന്ന ആ രാജ്യത്ത് നിന്ന് എൻ്റെ വാപ്പ കൊണ്ടുവന്നാണ്, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്, എൻ്റെ അനിയൻ, എൻ്റെ ചേട്ടൻ കൊണ്ടുവന്ന കാശ് കൊണ്ടാണ്. ആ രാജ്യത്തിന് കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെയും നിങ്ങൾ കൊണ്ടുവന്ന മതമാണെങ്കിൽ എന്താ, ഈ UAE എന്താ മുസ്ലിംസ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ എങ്ങനെയെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ചെറിയൊരു സമൂഹമാണ്. വിവരമുള്ളവർ ഒരിക്കലും സംസാരിക്കില്ല. നമ്മൾ പണ്ടും ഇറാനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവർ ചെയ്തിരിക്കുന്നത് ഇറാഖ് അവിടെ ഇസ്രായേൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഖണ്ഡിക്കുന്നുണ്ട്. ബട്ട് ദേ ആർ റൈറ്റ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നേരത്തെ കുട്ടിയോട് ആനൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആനയുടെ അടുത്ത് പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ വളരെ നീറ്റായിരുന്നു, കുട്ടികൾ ബഹുമാനത്തിലാണ്. ആ കാലം മാറിയിട്ട് ഇന്ന് അതായ അധ്യാപകർ യാത്രയപ്പ് നടത്തുന്നത്, അന്ന് യാത്രയപ്പ് നമ്മൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇന്ന് യാത്രയപ്പ് അവരുടെ സൗകര്യം വെച്ചിട്ട് ഒരു പ്രിൻസിപ്പളിനെ പറഞ്ഞയച്ചു. ഇതേ സംഭവമാണ് ഇന്നിപ്പോൾ ഈ ലോകത്തിൽ നടക്കുന്നത്. ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം വയലൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭക്ഷണ രീതിയാണോ, അതോ ക്ലൈമറ്റിക്കൽ ചേഞ്ചാണോ, അതോ കാലത്തിൻ്റെ നീതിയാണോ എന്നുള്ളത് അറിയില്ല. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഭാഗവതത്തിലും ഞങ്ങളുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കലിയുഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്. ഇതിൻ്റെ അവസാനത്തിൽ നമുക്കറിയാൻ സാധിക്കും ഇതെവിടേക്ക് പോകുന്നു എന്നുള്ളത്. അച്ഛൻ മകളെ റേപ്പ് ചെയ്യും, ബ്രദർ മകളിനെ റേപ്പ് ചെയ്യും, ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ പോകുന്നു, സദാചാരങ്ങളെല്ലാം പോവും. കൂട്ടത്തിൽ പറഞ്ഞിരിക്കുക, ആന്തി വരും, തൂഫാൻ വരും, പ്രളയം വരും, അഗ്നിപർവ്വതം പൊട്ടും കടലിനടിയിൽ നിന്ന്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ അഗ്നിപർവ്വതം എന്താണ്? അതാണ് സുനാമി ഏറ്റു വന്നത്. അന്ന് സുനാമി എന്ന് അവർ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, വെണ്ണ കടഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. അപ്പോൾ നമ്മളൊരു ലോകാവസാനത്തിലോട്ട് പോയി. ലോകാവസാനമില്ല. അവിടെ പറഞ്ഞിരിക്കും ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഭാരതവർഷത്തിൻ്റെ പോപ്പുലേഷനായിട്ടുള്ള 33 കോടി ജനങ്ങളെന്നാണ് പറഞ്ഞത്. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നും പറഞ്ഞിട്ടില്ല. 33 കോടി ദേവതകളുള്ള ഈ രാജ്യത്ത് അത് മാത്രം ബാക്കിയോ? എന്നാൽ ഓരോരുത്തരും ഒരു ദൈവം. നിങ്ങളിനി തല്ലുകൂടണ്ട, അതാരാണെങ്കിലും ശരി. അന്ന് ആ പറയുന്ന സമയത്ത് ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അത് എഴുതിയ സമയത്ത് അന്ന് പറഞ്ഞിരിക്കുന്നത് 33 കോടി ദൈവങ്ങൾ എന്നല്ല. ഇതൊക്കെ പറഞ്ഞ് ഇന്ന് കലിയുഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതല്ലേ കണ്ടത്. അധ്യാപനെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ല, അച്ഛനെ കണ്ടാൽ റെസ്പെക്റ്റ് ഇല്ല, അമ്മയുടെ മുന്നിൽ എന്തും ചെയ്യും, കുട്ടികൾ വളർന്നു വരുന്ന രീതി. എന്നിട്ടോ യോയോ ബ്രോ, ഓക്കെ, ആ യോയോ ഓക്കെ. പക്ഷെ മറ്റതിന് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കുന്ന സമയത്ത് വരാന്തയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 10 പ്രാവശ്യം നോക്കും, മുത്തശ്ശൻ അവിടെ ഉണ്ടോ, അച്ഛമ്മ ഉണ്ടോ, അമ്മാവന്മാരുണ്ടോ, എന്നിട്ടാണ് വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ ഓടിപ്പോകുന്നത്. ഇന്നെന്ത് അവരിയ്ക്കുമ്പോൾ ഒരു വീഡിയോയിൽ അച്ഛൻ തീപ്പെട്ടി ഉണ്ടോ അവിടെ, കത്തിച്ചിട്ട് പോകുന്ന സമുദായം കാണുന്നില്ല നിങ്ങളതൊക്കെ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആ കാലത്തിന് സുഖം ഉണ്ടായിരുന്നു, ഇന്ന് വേറെ സുഖം, നിങ്ങൾ അനുഭവിക്കുന്ന സുഖം. ഞങ്ങൾ ഓൾ തന്ത വൈബ്, നിങ്ങൾ ന്യൂജന്,
പക്ഷേ ഞങ്ങൾ അനുഭവിച്ച സുഖം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. കാരണം അവിടെ ഒരു സാങ്ക്ടിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ഞാൻ ആ നാട്ടിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത്, പട്ടാമ്പി കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഐ ഫീൽ ഐ എം മിസ്സിങ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ആ കാലത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ വയലൊക്കെ നല്ലപോലെ നെല്ലൊക്കെ നിൽക്കുമ്പോൾ മൂത്ത് നിൽക്കുന്ന സമയത്തുള്ള കാറ്റും ആ ഒരു മണവും അതിൻ്റെയൊക്കെ ഒരു സുഖമുണ്ടല്ലോ, അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്കകത്ത് പോലും ശത്രുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സമാധാനം കെടുത്താൻ വേണ്ടി. എന്തിനു കുറേ പാകിസ്ഥാനും ചൈനയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ കുറയണം, അധികാരമോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ. എന്തിനാണ് ഇവർക്ക് അധികാരം? കക്കാനും മുക്കാനും വെട്ടാനും വേണ്ടി മാത്രം. രാജ്യം പ്രോസ്പെരിറ്റിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ താഴത്തോട്ട് ഇടാമെന്നുള്ളത് നോക്കും. ഇവിടെ ഒന്നും നടക്കുന്നില്ല.